നിരവധി വിഷയങ്ങളുണ്ട്. ഈ നിരവധി വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ സത്യാഗ്രഹം കിടക്കുന്നത്. 3 പഞ്ചായത്ത് മെമ്പർമാർ ഈ പരിഹാരം കാണാത്ത പക്ഷം ഇതുപോലൊന്നുമല്ല, ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെ ഇളക്കിക്കൊണ്ടുവന്ന് ഈ പഞ്ചായത്ത് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. 55 വർഷക്കാലമായി ഈ പഞ്ചായത്തിലെ ജനങ്ങളെ തുലച്ചിട്ടിരിക്കുക. റോഡില്ല, വീടില്ല, പെൻഷനില്ല, ഒരു പദ്ധതിയുമില്ല. എന്തിനാ ഇരിക്കുന്നേ? ചെറുക്കാനിരിക്കുവാണ് അവിടെ. ആ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ മര്യാദകൾ കാണിച്ചു നിങ്ങള്. ഈ വാഴൊക്കെ കിടന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ വന്ന് എന്താണ് നിങ്ങൾ കിടക്കുന്നത് ചോദിക്കാനുള്ള മര്യാദ കാണിച്ചില്ല. അതുകൊണ്ട് ആ അഹങ്കാരം ഒന്നും നിങ്ങൾക്ക് കൊള്ളത്തില്ല. അതുകൊണ്ട് മാന്യമായി ഈ പഞ്ചായത്ത് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം. IAY പദ്ധതിയിൽ തന്ന പൈസ എന്തിയെ? അതെവിടെ പോയി? IAY പദ്ധതി എവിടെ പോയി? റോഡിന്റെ ഫണ്ട് എവിടെ പോയി? അതുപോലെ പെൻഷൻ പദ്ധതിയുടെ ഫണ്ട് എവിടെ പോയി? തിയേറ്ററിന് മാത്രം കൊടുക്കാൻ പൈസ. ആ പരിപാടി MLA ഇന്ന് മര്യാദ കെട്ട് മോശമായിട്ട് ഇവിടുത്തെ ജനപ്രതി MLA പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ സത്യാഗ്രഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് MLA ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ സംസാരിച്ചിരിക്കുന്നു. മര്യാദ കിട്ട പ്രവർത്തനമാണ്, അത് പാടില്ല. അതുകൊണ്ട് ഒരു കാര്യം പഞ്ചായത്ത് കമ്മിറ്റിയോട് പറയുന്നു, മാന്യമായ ഞങ്ങളുടെ അവകാശങ്ങൾ പരിഗണിക്കാൻ കഴിയാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭണത്തിലേക്ക് കോൺഗ്രസ് പോകുന്നതിന് മുന്നോടിയാണിത്. കൊണ്ടുവന്ന ആപ്പിളൊന്നും വിട്ടാട്ടെ. ഇവിടെ MLA കൊണ്ടുവന്ന് ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, വിട്ടാട്ടെ. എന്തിയെ പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങളാണ്. അവർക്ക് ചില പ്രിവിലേജ് ഉണ്ട്. അതനുസരിച്ച് അവർ ഈ പഞ്ചായത്തിനകത്ത് സമരം ചെയ്യും. സിന്ദാബാദ്